ചൈത്ര നവരാത്രിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ചൈത്ര നവരാത്രിക്ക് ഇന്ന് തുടക്കമാണ്. ദുർഗാദേവിയുടെ 9 ഭാവങ്ങളെ ആരാധിക്കുന്ന ഒരു പ്രധാന ഹൈന്ദവ ഉത്സവമാണ് ചൈത്ര നവരാത്രി. ഈ വർഷത്തെ ചൈത്ര നവരാത്രി മാർച്ച് 19 മുതൽ മാർച്ച് 27 വരെയാണ്. ദുർഗാദേവിയുടെ ഓരോ ഭാവത്തെയാണ് ഓരോ ദിവസവും ആരാധിക്കുന്നത്. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നീ ഭാവങ്ങളിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ദേവീപ്രീതിക്കായി 9 ദിവസവും സ്വാത്വിക ഭക്ഷണം കഴിച്ച് വ്രതമനുഷ്ഠിക്കുന്നു. നവരാത്രിയുടെ 9ാം ദിവസം ഭഗവാൻ ശ്രീരാമന്റെ ജന്മദിനമായ രാമനവമി ആഘോഷിക്കുന്നു. 9 ദിവസത്തെയും പ്രധാന മന്ത്രങ്ങൾ നോക്കാം. ഓരോ ദിവസവും ഓരോ ദേവീ ഭാവങ്ങളാണ്, അതുകൊണ്ട് ഓരോ മന്ത്രങ്ങളാണ്. 1ാം ദിനം ശൈലപുത്രി, ഓം ദേവി ശൈലപുത്രേ നമ. 2ാം ദിനം ബ്രഹ്മചാരിണി, ഓം ദേവി ബ്രഹ്മചാരിണ്യേ നമ. 3ാം ദിനം ചന്ദ്രകണ്ഠ, ഓം ദേവി ചന്ദ്രകണ്ഠായേ നമ. 4ാം ദിനം കൂഷ്മാണ്ഡ, ഓം ദേവി കൂഷ്മാണ്ഡായേ നമ. 5ാം ദിനം സ്കന്ദമാത, ഓം ദേവി സ്കന്ദമാതായേ നമ. 6ാം ദിനം കാത്യായനി, ഓം കാത്യായനി ദേവിയേ നമ. 7ാം ദിനം കാളരാത്രി, ഓം ദേവി കാളരാത്രേ നമ. 8ാം ദിനം മഹാഗൗരി, ഓം ദേവി മഹാഗൗരിയേ നമ. 9ാം ദിനം സിദ്ധിദാത്രി, ഓം ദേവി സിദ്ധിദാത്രേ നമ. അങ്ങനെ 9 ദിവസവും ദേവിയുടെ ഓരോ ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ശുദ്ധിയോടുകൂടെ കുറഞ്ഞത് 9 തവണയെങ്കിലും ഓരോ ദിവസവും ഓരോ മന്ത്രം ജപിക്കുക. ഇത് കൂടാതെ ജപിക്കാവുന്ന മന്ത്രങ്ങൾ നോക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണീ നമോസ്തുതേ. ഐശ്വര്യത്തിനും സമാധാനത്തിനും ഈ മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ്. കൂടാതെ ദുർഗാമന്ത്രം ഓം ദും ദുർഗായേ നമ എന്ന മന്ത്രം ജപിക്കാം. കഴിയുന്നത്ര തവണ ഈ മന്ത്രങ്ങളെല്ലാം ജപിക്കാവുന്നതാണ്. കൂടാതെ ദേവീ മഹാത്മ്യം, ലളിതാ സഹസ്രനാമം, ദുർഗാ ചാലിസ എന്നിവയെല്ലാം പാരായണം ചെയ്യുന്നത് അതിവിശേഷമാണ്. അപ്പോൾ ഏവർക്കും ദേവിയുടെ അനുഗ്രഹം എല്ലാവരുടെ കുടുംബത്തിലും ഉണ്ടാവട്ടെ.